ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ മത്തങ്ങ അരിശ്ശേരിയാണ്. വളരെ രുചികരമായിട്ട് നല്ലൊരു മത്തങ്ങ അരിശ്ശേരി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ മത്തങ്ങ അരിശ്ശേരി തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു മൺചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം ചേർക്കേണ്ടത് മത്തനാണ്. അപ്പോൾ ഞാൻ 300 ഗ്രാം അളവിലാണ് കേട്ടോ മത്തൻ എടുത്തിട്ടുള്ളത്. ചെറിയ ചെറിയ പീസാക്കിയിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതാകുമ്പോഴത്തേക്കും പെട്ടെന്ന് ഇതൊന്ന് വെന്ത് കിട്ടും. കൂടെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് 2 പച്ചമുളകാണ്. ഇനി വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് 1/2 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതാണ്. ഇനി നമ്മുടെ ഈ മത്തൻ വേകാനും ആവശ്യമായിട്ടുള്ള വെള്ളം ചേർക്കാവുന്നതാണ്. 1 കപ്പ് അളവിലാണ് ഞാനിപ്പോൾ ഇതിലേക്ക് വെള്ളം വെക്കുന്നത്. മൺചട്ടി ആയതിൻ്റെ പേരിലാണ് 1 കപ്പ് എടുത്തിട്ടുള്ളത്. നമ്മളിപ്പോൾ സ്റ്റീലിൻ്റെ കടായി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ വെള്ളം വേണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് നമ്മുടെ മത്തൻ നല്ല രീതിക്ക് ഒന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. ഒരല്പനേരം കൊണ്ട് ഇതിങ്ങനെ ഒന്ന് തിളക്കുകയാണ് കുറഞ്ഞ ഫ്ലെയിമിൽ. നമ്മുടെ മത്തനെല്ലാം നല്ലതുപോലെ തന്നെ സോഫ്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് വെന്തിട്ടുണ്ടാവണം കേട്ടോ. നമ്മളിതുപോലെ തൈ വെച്ച് ഉടയ്ക്കുമ്പോൾ നല്ലതുപോലെ ഒന്ന് ഉടഞ്ഞു പോകണം. ഇനി നമുക്ക് വേണ്ടത് തൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഇതെല്ലാം ഒന്ന് ഉടച്ചെടുക്കാം. ഞാനിപ്പോൾ ഈ എരിശ്ശേരി തയ്യാറാക്കുന്നത് മത്തങ്ങ മാത്രം വെച്ചിട്ടാണ്. അതല്ലാതെ മത്തനും മൺപയറും ചേർത്തിട്ട് നമുക്ക് വെക്കാം. അങ്ങനെ എരിശ്ശേരി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മത്തനും ചേനയും ചേർത്തിട്ടൊക്കെ നമുക്ക് എരിശ്ശേരി തയ്യാറാക്കാവുന്നതാണ്. ഇതുപോലെ നന്നായിട്ട് ഞാൻ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഒന്ന് ഉടഞ്ഞു കിട്ടിക്കോളും. ഇനി ഇതിലേക്ക് ചെറിയൊരു തേങ്ങാക്കൂട്ടും കൂടി ചേർക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയൊരു ജാറൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് ചിരകിയ തേങ്ങ ചേർക്കാം. കൂടെ വേണ്ടത് ഒരു 4 വെളുത്തുള്ളി അല്ലിയാണ്. അത്യാവശ്യം വലിയ വെളുത്തുള്ളി അല്ലിയാണെന്നുണ്ടെങ്കിൽ 2 എടുക്കണം. ഇതിലേക്ക് ഇനി 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർക്കാവുന്നതാണ്. 1/2 കപ്പോളം വെള്ളം കൂടി ചേർത്ത് നല്ലതുപോലെ നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇനി ഈ ഒരു രീതിക്ക് നല്ല സ്മൂത്തായിട്ട് ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കാവുന്നതാണ്. നമ്മുടെ ഈ തേങ്ങാക്കൂട്ടം ചേർത്തിട്ട് നല്ല രീതിക്ക് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നല്ല രീതിക്ക് ഒന്ന് തിളച്ച് വരട്ടെ. ഇതിപ്പോൾ നല്ല രീതിക്ക് ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് തിളച്ച് തുടങ്ങിയാൽ മാത്രം മതിയാവും. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് ചെറിയൊരു താളിപ്പും കൂടി ചേർക്കാനായിട്ടുണ്ട്. താളിച്ച് ചേർക്കാനായിട്ട് ചെറിയൊരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും 1/2 ടീസ്പൂൺ കടുക് ചേർക്കാവുന്നതാണ്. നമ്മുടെ കടുകെല്ലാം ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ പിന്നെ വേണ്ടത് ഒരു 1/4 കപ്പ് ചിരകിയ തേങ്ങയും കൂടി ഒന്ന് വറുത്തെടുക്കണം. ഒരുപാട് തേങ്ങയുടെ ആവശ്യമില്ല. ഫ്ലെയിം മീഡിയത്തിൽ വെച്ചിട്ട് നല്ല രീതിക്ക് ഒന്ന് വറുത്തെടുക്കാം. ഒരല്പസമയം ഒന്ന് വറുത്ത് കൊടുത്ത് നമ്മുടെ തേങ്ങയൊക്കെ നന്നായിട്ട് തന്നെ കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് നമുക്ക് വറ്റൽമുളക് ചേർക്കാവുന്നതാണ്. 3 വറ്റൽമുളകാണ് ചേർത്തിട്ടുള്ളത്. കൂടെ തന്നെ ഒരല്പം കറിവേപ്പിലയും കൂടി. നമ്മൾ ഫസ്റ്റിലേ തന്നെ വറ്റൽമുളകും കറിവേപ്പിലയും ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ തേങ്ങ വറന്ന് കിട്ടുന്ന സമയം കൊണ്ട് ഇത് രണ്ടും കരിഞ്ഞു പോകും. അതിൻ്റെ പേരിലാണ് ലാസ്റ്റിൽ ചേർത്തൊന്ന് വറുത്തെടുത്താൽ മതിയാവും. ഇതുപോലെ നല്ല രീതിക്ക് ഒന്ന് വറുത്തിട്ട് ചൂടോടുകൂടി തന്നെ നമ്മുടെ താളിച്ചത് എരിശ്ശേരിയിലേക്ക് ചേർക്കാവുന്നതാണ്. നമ്മുടെ ഈ വറവും ചേർത്തിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നല്ല രീതിക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മത്തങ്ങ എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്ക് തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാവുന്നത്. ഇത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാർ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.